കണ്ണൂരിൽ ഹർത്താലിനോട് തണുപ്പൻ പ്രതികരണമാണുള്ളത്. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ജോഷ്ല ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജോഷ്ല, കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, കണ്ണൂരിൽ ഹർത്താൽ തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹർത്താലിനെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള യാതൊരു വിധ നടപടികളും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ധർമ്മടം മണ്ഡലത്തിൽ കടകമ്പോളങ്ങളെല്ലാം തുറന്നു കിടക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം കഴിഞ്ഞ ഒരാഴ്ച ശാന്തമായിരുന്ന കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ RSS സംഘം വെട്ടിക്കൊല്ലുന്നതോടെയാണ് ഈ സമാധാന അന്തരീക്ഷം തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇത് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. RSS പ്രാന്തപ്രചാരക് മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്നലെ മറ്റൊരു RSS പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ സമാധാനം തകർക്കാൻ, പ്രത്യേകിച്ച് ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സമാധാനം തകർക്കാൻ കൃത്യമായ അജണ്ട വെച്ച് RSSന്റെ ഇത്തരം കൊലപാതകങ്ങളുടെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന രീതി അത് അവസാനിപ്പിക്കണമെന്നുള്ള കൃത്യമായ ഒരു ബോധത്തോടു കൂടിയാണ് ജനങ്ങൾ പ്രവർത്തിച്ചത്. ഇന്ന് കടകമ്പോളങ്ങളെല്ലാം തന്നെ ധർമ്മടം മണ്ഡലത്തിൽ തുറന്നു പ്രവർത്തിച്ചിരുന്നു. ഇതിനിടെ വിലാപയാത്രയ്ക്കിടെ തലശ്ശേരിയിൽ NE ബാലറാം മന്ദിരത്തിന് നേരെ ആക്രമണം നടത്തുന്ന അവസ്ഥയുണ്ടായി. മറ്റു രീതിയിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ കണ്ണൂരിൽ മറ്റ് സംഘർഷാവസ്ഥകളൊന്നും തന്നെ നിലനിന്നിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഇനി 2 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്, ഹർത്താൽ അവസാനിക്കാനായി അവശേഷിക്കുന്നത്. അതുവരെ കണ്ണൂർ പൊതുവെ ശാന്തമായിരുന്നു എന്ന് വേണം പറയാൻ. അതേസമയം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ IG-യുടെ നേതൃത്വത്തിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഒരു സ്ഥിതി കണ്ണൂരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത് കൊണ്ട് തന്നെ കണ്ണൂരിൽ സ്ഥിതി ഇതുവരെയുള്ള സ്ഥിതി വളരെ ശാന്തമായിരുന്നു എന്ന് വേണം പറയാൻ. സൗമ്യ, ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്.